ഹലോ, വെൽക്കം ടു പോർച്ചുഗൽ സ്റ്റോറി. ഇത് വിദ്യയാണ്. നമ്മൾ ഇന്ന് ഒരു അടിപൊളി ഡെസേർട്ടാണ് ഉണ്ടാക്കാൻ പോണേ. ചൊരക്കയുടെ ഹൽവ. ഞാൻ പണ്ട് ചൊരക്കയുടെ പായസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായി ചൊരക്ക വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ആക്ച്വലി ഇത് സമ്മറിൽ ഷൂട്ട് ചെയ്തതാണ്. അമ്മ ഉള്ളപ്പോൾ ഷൂട്ട് ചെയ്താട്ടത്. അപ്പോഴാണത് എഡിറ്റ് ചെയ്ത് ഇടാൻ നേരം കിട്ടിയത്. ഈ ഒരു ഹൽവ നമ്മുടെ ക്യാരറ്റ് ഹൽവയുടെ ഒക്കെ പോലെ ഉള്ള ഒരു ഹൽവയാണ്. കൺസിസ്റ്റൻസിയൊക്കെയാണ് പറയുന്നത്. ബട്ട് ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബെറ്റർ ദൻ ക്യാരറ്റ് ഹൽവ. നമ്മൾ പലതവണ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമുക്ക് തുടങ്ങാം അല്ലേ. നമ്മൾ ഇന്ന് ഈ രണ്ട് വലിയ ലോക്കിയാണ് യൂസ് ചെയ്യുന്നത്. ചൊരക്ക നമ്മുടെ ഗാർഡനിൽ ഉണ്ടായതാണ്. അപ്പം നമ്മുടെ ഒരു ചൊരക്ക അത്ര മൂത്തിട്ടില്ല, അതാണ് ഇതിന് സീഡ് അധികം ഫോം ചെയ്യാത്ത. ഇത് കുറച്ച് മൂത്തു, കാരണം സീഡ് നന്നായിട്ട് ഫോം ചെയ്തു. നമുക്ക് സീഡൊന്നും പാടില്ല. മൂത്ത ചൊരക്ക ആയതുകൊണ്ട് ഇതിൽ കുറച്ച് കൂടുതൽ വേസ്റ്റ് ഉണ്ടാവും. ഇത് ബേസിക്കലി ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ക്ലീൻ ആക്കിയിട്ട് വേണം അടുത്ത ഇതിലേക്ക് പോകാനായിട്ട് കേട്ടോ, സ്റ്റെപ്പിലേക്ക്. ഇവിടെ ഇതും നമ്മൾ സ്പൂൺ വെച്ചിട്ട് ഇത് അധികം കളയാനില്ല, കുറച്ചേ കളയാനുള്ളൂ. കണ്ടോ, ഈ ഭാഗത്താണ് മെയിനായിട്ട് സീഡുള്ള. അപ്പോൾ അത് മാത്രം ഒരു സ്പൂൺ വെച്ച് നമ്മൾ കളയാം. നമ്മൾ ഇത് ഒരു ഗ്രേറ്റർ വെച്ചിട്ട് ഗ്രേറ്റ് ചെയ്യണം. എല്ലാ കഷ്ണവും നമ്മളത് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് ഇതേ അധികം നീളമുള്ള കഷ്ണം വേണ്ട, അതുകൊണ്ട് ഇത് ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മൾ സൈഡ് തിരിച്ച് അങ്ങനെ ഗ്രേറ്റ് ചെയ്താൽ മതി. നമ്മൾ ഷ്രെഡ് ചെയ്ത് വെച്ച് ചൊരക്ക എത്രയുണ്ട് സൈസ് പറയുകയാണെങ്കിൽ ഒരു കുരലിൻ്റെ വലിയ ബോളാണ്. ഇതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇത്തിരി മൂത്ത് പോയി ചൊരയ്ക്കാന്ന്, അതുകൊണ്ടാണ് ഇത്രയും വാട്ടറായി വന്നത്. നമ്മൾ കിളിന്ത് ചൊരക്ക ആണ് ഇതിന് ഐഡിയൽ. ബട്ട് അഗൈൻ നമ്മളടുത്തുള്ളതാണ്, അതുകൊണ്ടാണ് ഇറ്റ് ഡസൻറ്റ് റിയലി മേക്ക് എ ഹ്യൂജ് ഓഫ് എ ഡിഫറൻസ്. കുറേ കൂടി വെള്ളം ഉണ്ടാവും ഇതിൽ. ഇത് അത്രയും സെപ്പറേറ്റഡ് ആയിട്ട് അല്ല ഉണ്ടാവാന്നേ മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത പീസസ് കേട്ടോ. ഒരു ഫ്രൈങ് പാൻ പ്രിഫറബിളി നോൺ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2, 3, 4 ഹീപ്പ് ടേബിൾ സ്പൂൺ നെയ്യിട്ടിട്ടുണ്ട്. ഇത് നെയ്യിലിട്ട് വഴറ്റിയ ചൊരക്കയുടെ സ്വാദാണ് ഈ ഹൽവയ്ക്ക് മുഴുവനും ഉണ്ടാകുന്നത് കേട്ടോ. ഈ നെയ്യ് മെൽട്ടായി വരുമ്പോഴേക്കും നമ്മൾ ഈ ചൊരക്ക അതിലേക്ക് ആഡ് ചെയ്തിട്ട് തീയ് മീഡിയമിൻ്റെയും ലോൻ്റെ ഇടയിലിട്ടിട്ട് ഇത് വറ്റിച്ചുകൊണ്ടിരിക്കണം അൺടിൽ ഇറ്റ് ബിക്കംസ് ട്രാൻസ്ക്ലൂസൻറ്റ്. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ ലോ ഹീറ്റിലിട്ടിട്ട് ഇതിനെ വഴറ്റിക്കൊണ്ടിരിക്കാം. ലോ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ഇത്തിരി വലിയ അടുപ്പാണ്, വലിയ പാത്രമാണ്, അതുകൊണ്ട് ഞാൻ ഇത് മീഡിയത്തിൻ്റെ അടുത്താണ് വെച്ചേക്കുന്നത്. നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം, വച്ചിട്ട് ദൂരത്തും പോകാൻ പാടില്ല. ഇതിപ്പം ലോക്കി അല്ലെങ്കിൽ ചൊരക്ക ട്രാൻസ്പെറൻ്റായി അറൌണ്ട് 20 to 30 minutes നമ്മൾ ഇതിനെ ലോ ടു മീഡിയം ഹീറ്റിലിട്ടിട്ട് വഴറ്റിയതാണ് ഈ ഒരു സ്റ്റേജിലെത്തി. ഇത് വെറും നെയ്യും ചൊരക്കയും മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ 2 കപ്പ് പാല് ഞാൻ തിളപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ പാല് പിരിഞ്ഞു കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പാലിൻ്റെ കുറച്ച് ചൂടാറിയിട്ടുണ്ട് കേട്ടോ, തിളച്ച പാലല്ല, ചൂടാറിയ പാലിലേക്കാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത്. ഇതിപ്പം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ ഒരു ഹാൻഡ്ഫുൾ ഓഫ് പിസ്തയും ഹാൻഡ്ഫുൾ ഓഫ് കാഷ്യൂ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് ചോപ്പ് ചെയ്യാൻ പോവാണ്. നിങ്ങളുടെ അടുത്തുള്ള നട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നട്ട്സ് വേണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് അത് സ്കിപ്പ് ചെയ്യാം. യൂഷ്വലി ഇതിന് ബദാം യൂസ് ചെയ്യും. എൻ്റെ അടുത്ത് ഇപ്പോൾ ബദാം ഇല്ല, പിസ്തയും കാഷ്യൂ ഉള്ളൂ, അതുകൊണ്ടാണ് അത് എടുക്കുന്നത് കേട്ടോ. നേരത്തെ കാണിച്ച നട്ട്സ് മുഴുവൻ ഫൈനലി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഫ്രൈങ് പാനിൽ നമ്മൾ ഒരു ഹീപ്പ് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. ഇതിൽ ആ നട്ട്സ് വറുത്തെടുക്കാൻ പോവാണ്. നെയ്യിൽ നമ്മൾ പിശുക്കാൻ പാടില്ല, ബിക്കോസ് ലോക്കിക്ക് പ്രത്യേകിച്ച് സ്വാദില്ലാത്ത ഒരു പച്ചക്കറിയല്ല. അപ്പം അതിലേക്ക് നമ്മൾ സ്വാദ് ആഡ് ചെയ്യുന്നതാണ്. നെയ്യിൻ്റെ ആ റിച്ച്നെസ്സും ആ പാലും ഒക്കെ കൂടി അതിനെ നമ്മൾ പൊലിപ്പിച്ചെടുക്കുകയാണ് ലോക്കി. ഇത് ലോ ടു മീഡിയം ഹീറ്റിൽ ശ്രദ്ധിച്ച് നിൽക്കണം, ബിക്കോസ് പെട്ടെന്ന് കരിഞ്ഞു പോകും ചെറിയ പൊടിയായതുകൊണ്ട്. നട്ട്സ് ഇപ്പം നെയ്യിൽ മൂപ്പിച്ച് കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മളിപ്പോഴും പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല. നെയ്യ്, ലോക്കി, പാല്, ഇപ്പോൾ ഇതേ നട്ട്സ്. ഇത് പാല് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. നിങ്ങളുടെ ലോക്കിയിൽ വാട്ടർ കണ്ടൻസ് അനുസരിച്ചിരിക്കും എന്തോരം ഇത് റെഡ്യൂസ് ചെയ്തു എന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം പഞ്ചസാര ആഡ് ചെയ്യാൻ. അപ്പം ആദ്യം ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ്. പഞ്ചസാര ആഡ് ചെയ്യുമ്പോഴും വെള്ളം പിന്നെയും ഇറങ്ങും. പഞ്ചസാര അലിഞ്ഞിട്ടെ പിന്നെയും കുറച്ച് സമയം കൂടി ഇട്ടിട്ട് വറ്റിക്കണം. ഇതിന് അധികം മധുരം ഇല്ലാത്തൊരു ഹൽവയാണ്, അത് കാരണമാണ് നമ്മൾ കുറേശ്ശെ പഞ്ചസാര ആഡ് ചെയ്തിട്ട് ഇനിയും വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഇത് ഫുള്ള് ആദ്യം മെൽറ്റ് ചെയ്യട്ടെ, എന്നിട്ട് നമുക്ക് വേണോ വേണ്ടോ എന്ന് കുറച്ച് റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ ആഡ് ചെയ്യാം. നമ്മൾ വലിയ ലോക്കിയാണ് രണ്ടും ഉപയോഗിച്ചേക്കുന്നത്, അത് കാരണം മിക്കവാറും പഞ്ചസാര കുറച്ചും കൂടി വേണ്ടി വരുന്നതാണ് എൻ്റെ
ഒരു തോന്നൽ നമുക്ക് നോക്കാം. അപ്പോൾ ടേസ്റ്റ് നോക്കിയപ്പം പഞ്ചസാര കുറവാണ്, പക്ഷേ ആ പാലിൻ്റെ റിച്ച്നെസ്സും ഇത്തിരി കുറവാണ്. പാൽ ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും കുറേ സമയം ഇതിനെ വറ്റിക്കേണ്ടി വരും. അത് കാരണം ഞാൻ സ്വീറ്റൻ കണ്ടൻസ് മിൽക്ക് ഒഴിക്കുകയാണ്. ഇത് നെസ്ലയുടെ സ്വീറ്റൻ കണ്ടൻസ് മിൽക്കാണ്. നാട്ടിലെ മിൽക്ക് മെയ്ഡിന് അത്രയും മധുരമില്ല, അതാണ് ഞാൻ ഈ പറയുന്ന എമൗണ്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നാട്ടിലെ മിൽക്ക് മെയ്ഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് കുറവ് എമൗണ്ടാണ് നിങ്ങൾക്ക് വേണ്ട കേട്ടോ. ഞാൻ യൂസ് ചെയ്യുന്ന അത്രയും വേണ്ട. നമ്മൾ 3 ടേബിൾ സ്പൂൺ ഈ കണ്ടൻസ് മിൽക്ക് ആഡ് ചെയ്യണം. ഞാൻ ഇതേ ഹൽവ പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്നപ്പോൾ റെഗുലർ പാല്, ഇപ്പോൾ ലോ ഫാറ്റ് മിൽക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത് ഉപയോഗിക്കുന്നതിന് പകരം ഇവാപ്പറേറ്റഡ് മിൽക്കാണ് കംപ്ലീറ്റ്ലി ഉപയോഗിച്ചിരുന്നത്. ആ ഒരു സമയത്ത് ഇതിന് നല്ല റിച്ച്നെസ് തന്നെത്താനെ വരുന്നുണ്ട്. ഇവാപ്പറേറ്റഡ് മിൽക്ക് നമ്മൾ വറ്റിച്ച പാലായതുകൊണ്ടേ. ഇതിപ്പം എൻ്റെ അടുത്ത് ഇവാപ്പറേറ്റഡ് മിൽക്ക് ഉണ്ടായിരുന്നില്ല. ഈ ലോക്കി ആണെങ്കിൽ പറിച്ചിട്ട് കുറേ ദിവസം ഇപ്പോൾ ഇരിക്കാൻ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ദിസ് ഇസ് അനദർ വേ ഓഫ് ഡൂയിങ് ദിസ് ഇഫ് യു ആർ നോട്ട് യൂസിങ് ഇവാപ്പറേറ്റഡ് മിൽക്ക്. സ്വീറ്റ് കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് നമുക്കതിൻ്റെ റിച്ച്നെസ് കൂട്ടാം. അപ്പോൾ നിങ്ങൾ നേരെ ഫുൾ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഒരു അറൗണ്ട് 1/4 കപ്പ് ആഡ് ചെയ്താൽ മതിയായിരിക്കും. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പം കുറച്ചും കൂടി കണ്ടൻസ് മിൽക്ക് ആവശ്യമാണ്. നമ്മൾ 2 ടേബിൾ സ്പൂണും കൂടി ആഡ് ചെയ്യണം. സോ ടോട്ടലി വി ഹവ് ആഡഡ് 5 ടേബിൾ സ്പൂൺസ് ഓഫ് സ്വീറ്റ് ആൻഡ് കണ്ടൻസ് മിൽക്ക്. ഞാൻ പറഞ്ഞ പോലെ ഈ നെസ്ലയുടെ കണ്ടൻസ് മിൽക്കിന് അധികം മധുരമില്ല, അതുകൊണ്ട് നമ്മളിത്ര ലിബറലി ആഡ് ചെയ്യുന്നത്. മിൽക്ക് മെയ്ഡാണെങ്കിൽ ഇത്ര ആഡ് ചെയ്യണ്ട കേട്ടോ. അതില്ലേ നോക്കിയാമേ, എന്റെ അമ്മ പറഞ്ഞെന്താ അറിയാമോ? ഇങ്ങനെ വലിയണോ ഇങ്ങനെ ആയാല് അല്ല അലുവ ഇട്ടാല് ഇങ്ങനെ ആയിക്കഴിഞ്ഞാല് ഇങ്ങോട്ട് തിരിച്ചു വരരുതെന്ന്, കൂടരുതെന്ന്. അപ്പൊ അത് ആയിന്ന് അർത്ഥം. ഓക്കെ, അമ്മ പറയണോ അമ്മമ്മ പറയണ ഹൽവയൊക്കെ ഡണ്ണായി എന്ന് അറിയാനായിട്ട് ഉള്ള പരിപാടി ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടി ഒരു തോട് കീറുക. അപ്പം 2 സൈഡും വന്ന് തിരിച്ച് കൂട്ടിയില്ലെങ്കിൽ ദാറ്റ് മീൻസ് ഇല്ല വെള്ളമൊക്കെ ഓപ്പറേറ്റ് ചെയ്ത് പോയി നല്ല വാങ്ങാൻ റെഡിയായി എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് ഹൽവ. ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ ഞാൻ നേരത്തെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച അതേ പാത്രത്തിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിച്ചു തരാം. ഇത് എന്തോരം റെഡ്യൂസ് ചെയ്തു എന്ന് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ നേരത്തെ എടുത്ത അതേ പാത്രമാണ്, നിറച്ചുണ്ടായിരുന്നു. നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ലോക്കി ഇപ്പോൾ ഇത്രയുണ്ട്. ഇതൊരു 15 to 20 സെർവിങ്സിനുള്ള ഹൽവയുണ്ട്. അപ്പോൾ നമ്മുടെ ഹൽവ റെഡിയായി. ഇതൊരു വെറൈറ്റി ഹൽവയാണ്, സ്ഥിരം കഴിക്കുന്നതിന് ഒരു വ്യത്യാസമുള്ള, ഡെഫിനറ്റ്ലി വെരി ടേസ്റ്റി. നമ്മളിത് പലതവണയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അപ്പോൾ അടുത്ത ആഴ്ച വേറെ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.